വൻകിട കയ്യേറ്റങ്ങളെ തൊട്ടപ്പോൾ തന്നെയാണ് ഓപ്പറേഷൻ അനന്ത മുങ്ങിയത് എന്ന് മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ. കയ്യേറ്റക്കാർ കോടതിയിൽ പോയി വാങ്ങിയ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ 2024 സർക്കാർ തയ്യാറായില്ല എന്നും ജിജി തോംസൺ ന്യൂസ് 18നോട് പറഞ്ഞു. ന്യൂസ് 18 അസോസിയേറ്റ് എഡിറ്റർ രഞ്ജിത്ത് രാമചന്ദ്രന് നൽകിയ അഭിമുഖത്തിലാണ് മുൻ ചീഫ് സെക്രട്ടറിയുടെ പ്രതികരണം. ഈ മറ്റൊരു കാര്യം ഇങ്ങനെ അന്തരീക്ഷത്തിലുള്ളത് അവിടുത്തെ ചില വൻകിട കയ്യേറ്റങ്ങളെ തൊട്ടപ്പോഴാണ് ഇതിന് വൻകിട കയറ്റം അതെ ഓപ്പറേഷനാണ്. നമ്മൾ വൻകിട കയ്യേറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവിടെ പിന്നെ മധ്യരാജാവായ ബിജു രമേശിൻ്റെ രാജധാനി എന്ന് പറഞ്ഞ ബിൽഡിങ്ങിൻ്റെ അടിയിൽ കൂടി 2 ഓർഡറുകൾ ഒഴുകുന്നുണ്ട്. അദ്ദേഹം അത് നിഷേധിക്കുന്നില്ല. അദ്ദേഹം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്, എൻ്റെ ബിൽഡിങ്ങിൻ്റെ അടിയിൽ കൂടി ഓർഡറുകൾ പോകുന്നുണ്ട്, പക്ഷെ ഞാനത് വെള്ളം തടഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്. അത് ശരിയോ തെറ്റോ എന്ന് കോടതി വേണം തീരുമാനിക്കാൻ, എനിക്ക് പറയാനാവില്ല. അത് ഞങ്ങൾ ചെയ്യാൻ നോക്കുമ്പോൾ അദ്ദേഹം അതിനെതിരെ അപ്പീലുമായിട്ട് ഹൈക്കോർട്ടിൽ പോയി. ഹൈക്കോർട്ട് അപ്പീൽ സ്റ്റേ കൊടുത്തില്ല. അപ്പം അദ്ദേഹം സുപ്രീം കോർട്ടിൽ പോയി. സുപ്രീം കോർട്ട് സ്റ്റേ ചെയ്തു. ഇന്ന് 2024 ഇത്. 2024 വരെ സ്റ്റേ വെക്കേറ്റ് ചെയ്തിട്ടില്ലല്ലോ. അതെന്ത് എന്താ സർക്കാരല്ലേ വെക്കേറ്റ് ചെയ്യേണ്ടത്? എന്തേ വെക്കേറ്റ് ചെയ്യാത്തത്? അപ്പം നമ്മൾ എന്താ ധരിക്കേണ്ടത്? ഈ അദ്ദേഹത്തെ ഒന്നും മുഷിപ്പിക്കരുത്, ആ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ഇൻഡയറക്റ്റായിട്ട് നമ്മളോട് പറയുകയല്ലേ ഈ ചെയ്യുന്നതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ വേറൊരു അർത്ഥം ഉണ്ടെങ്കിൽ പറയൂ. അപ്പം ഇങ്ങനെയാണ് ഇത് കാര്യങ്ങളുടെ പോക്ക്. എന്നിട്ട് ഇപ്പം നമ്മളിരുന്ന് റെയിൽവേ കുറ്റപ്പെടുത്തുന്നു. രഞ്ജിത്ത് രാമചന്ദ്രൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. രഞ്ജിത്ത്, ഈ ജോയിയുടെ മരണത്തിന് ശേഷം സർക്കാർ സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ തദ്ദേശ ഭരണകൂടം റെയിൽവേയെ പഴിചാരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ടണലിൻ്റെ ഉത്തരവാദികൾ റെയിൽവേ ആണ് എന്ന് പറയുന്നു. പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കുന്നിടത്തോളം ആ ടണലിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അതിനുശേഷം നിരവധിയായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ നടക്കുന്നു. അങ്ങനെ നീരൊഴുക്കിൽ അല്ലെങ്കിൽ ജലത്തിൻ്റെ ഒഴുക്കിൽ മാറ്റമുണ്ടാകുന്നു. റെയിൽവേയോട് അത് മാറ്റിപ്പണിയാൻ ആവശ്യപ്പെട്ടു. അതോടുകൂടി തീരുന്നതാണോ ഈ തദ്ദേശ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്തം? എന്താണ് ജിജി തോംസൺ പറയുന്നത്? അഭിലാഷ്, 2015 നമുക്കറിയാം ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന്റെ ഒരു വൻകിട കയ്യേറ്റമൊഴിപ്പിക്കൽ അല്ലെങ്കിൽ ശുചീകരണ പ്രവർത്തനമായ ഓപ്പറേഷൻ അനന്തയ്ക്ക് തുടക്കം കുറിക്കുന്നത്. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയ ഒരു നീക്കമാണ്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനമാണ് നാളെ, നമുക്കറിയാം. അങ്ങനെ ഒരു സന്ദർഭം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഉമ്മൻചാണ്ടിയുടെ ആർജവമാണ് അന്ന് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കാരണം ഏതാണ്ട് 10-26 കിലോമീറ്ററോളം നീളുന്ന ഈ നമ്മുടെ നഗരത്തിലെ മാലിന്യങ്ങൾ വഹിച്ചുകൊണ്ടുള്ള തോടുകളുണ്ട്. കഴക്കൂട്ടം തൊട്ട് ആരംഭിച്ച് ഇങ്ങനെ പഴവങ്ങാടി കഴിഞ്ഞ് കിഴക്കേക്കോട്ടയൊക്കെ കടന്നു പോകുന്ന സ്ഥലങ്ങളിലുള്ള നിരവധിയായ കൈത്തോടുകളും മറ്റുമുണ്ട്. ഇത് പൂർണ്ണമായും ശുചീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. നഗരത്തിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമായി ജിജി തോംസൺ ചീഫ് സെക്രട്ടറി ആയിരിക്കെ ഒരുപക്ഷെ നമുക്കറിയാം ഈ ഒരു ചീഫ് സെക്രട്ടറി തന്നെ നേരിട്ട് ഇത്തരത്തിൽ ഒരു മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഇറങ്ങിത്തിരിക്കുന്നതും 2015 അതിനൊക്കെ അദ്ദേഹം നന്ദി പറയുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടാണ്. അത് നമുക്കറിയാം. അവിടെ ഒരുപാട് പാർട്ടി ഓഫീസുകൾ കയ്യേറിയിട്ടുണ്ട്. പാർട്ടി ഓഫീസുകൾ നിരവധി കയ്യേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. ബിജു രമേശിനെ പോലെയുള്ള മദ്യ വ്യാപാരികളുടെ ഹോട്ടൽ ശൃംഖലകളുണ്ട്. രാമേന്ദ്രൻ ടെക്സ്റ്റൈൽസ് പോലെയുള്ള ടെക്സ്റ്റൈൽസുകൾ കയ്യേറ്റങ്ങളുണ്ട്. അങ്ങനെ നിരവധി കയ്യേറ്റങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു ഇവർ. ഇത് തുടർച്ചയായി ഒഴിപ്പിക്കാനുള്ള ശ്രമം ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. ഏതാണ്ട് 6 മാസത്തോളം ഈ പ്രൊജക്ട് നീണ്ടു. 6 മാസം കൊണ്ട് ഒരുപാട് എതിർപ്പുകൾക്കിടയിലും അന്നത്തെ മന്ത്രിസഭയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഇവർ മുന്നോട്ട് പോവുകയും വലിയ തോതിലുള്ള പുരോഗതി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംഭവിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ജിജി തോംസൺ വിരമിക്കുന്നു. തുടർന്ന് പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നു. ഈ ബിജു രമേശ് നേരെ പോയി ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി സ്റ്റേ നൽകുന്നില്ല. സുപ്രീം കോടതിയെ സമീപിച്ചാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ സ്റ്റേ നൽകുകയും അത് ഈ ഓപ്പറേഷൻ അനന്ത എന്ന പ്രോജക്റ്റ് അത് ഇല്ലാതാവുകയും ചെയ്തത്. പിന്നീട് വന്ന ഇടത് സർക്കാർ കഴിഞ്ഞ 8 വർഷമായി ഈ തരത്തിലുള്ള സ്റ്റേ വെക്കേറ്റ് ചെയ്യാനോ ഈ ഓപ്പറേഷൻ അനന്ത എന്ന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനോ തയ്യാറായില്ല എന്നാണ് ജിജി തോംസൺ ഗുരുതരമായി തന്നെ ആരോപിക്കുന്നത്. അതിന്റെ പശ്ചാത്തലം ആ തരത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുമുണ്ട്. അത് വളരെ കൃത്യവുമാണ്. പിന്നീട് നമുക്കറിയാം കോടിക്കണക്കിന് രൂപ ഈ ആമയിഴഞ്ചാൻ തോട് ശുചീകരണവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ചെറിയ പ്രോജക്റ്റുകളുടെ ഭാഗമായി. പക്ഷെ അപ്പോഴൊന്നും ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക, ഈ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, കൃത്യമായി എങ്ങനെ മാലിന്യം വീഴുന്നു എന്ന കാര്യം
പഠിക്കുക, അത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു തരത്തിലുള്ള നീക്കവും ഉണ്ടാവാതെ ഈ കോടിക്കണക്കിന് രൂപ ചിലവാക്കുകയും അതൊന്നും ഫലപ്രദമായി പോകാതാവുകയും ചെയ്തു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ കാണുന്ന ആമയിഴഞ്ചാൻ തോടും അവിടുത്തെ മാലിന്യവാഹിനിയായി ഒഴുകുന്ന സംവിധാനങ്ങളും ജോയി എന്ന സാധാരണക്കാരൻ്റെ മരണവുമൊക്കെ സംഭവിക്കുന്നത് എന്നുകൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ജിജി തോംസന്റെ ഈ വാക്കുകൾ പ്രസക്തമാകുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ജിജി തോംസൺ എന്ന ചീഫ് സെക്രട്ടറി നേരിട്ടിറങ്ങി വന്ന ഒരു പ്രോജക്റ്റ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മറ്റൊന്നുമല്ല, ഒരു പ്രോജക്റ്റ് സക്സസ്ഫുൾ ആണെങ്കിൽ അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സർക്കാരുകളെ നോക്കാതെ അടുത്ത സർക്കാർ കൂടി ഇത് കണ്ടിന്യൂ ചെയ്തെങ്കിൽ മാത്രമേ ഈ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട് ഒരു വിജയമുണ്ടാവുകയുള്ളൂ. അതില്ലാതിരുന്നതിന്റെ തിക്തഫലമാണ് ഇപ്പോൾ തലസ്ഥാന നഗരി അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഓപ്പറേഷൻ അനന്ത എന്നത് ഇപ്പോൾ ഫയലിനുള്ളിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു, ചുവപ്പ് നാടയ്ക്കുള്ളിൽ തന്നെ എന്നതാണ് ജിജി തോംസന്റെ പ്രതികരണം. BV അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം നമ്മൾ ഈ നഗര കാഴ്ചകൾ, അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പ്രേക്ഷകരിലേക്ക് നേരിട്ടെത്തിച്ചതാണ്. ഇതിപ്പോൾ ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. അത് അധികൃതരുടെ അനാസ്ഥയെ തുടർന്നാണ്. അപ്പോഴും പരസ്പരം പഴിചാരുകയാണ്. തദ്ദേശ ഭരണകൂടം പറയുന്നു ഇത് റെയിൽവേയുടെ ഉത്തരവാദിത്തമാണ് എന്ന്, റെയിൽവേ പറയുന്നു ഇത് തദ്ദേശ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന്. അതായത് ഒരു ജീവൻ പൊലിയുമ്പോൾ പോലും അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെയാണല്ലോ ജിജി തോംസൺ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ്. സുപ്രീം കോടതിയിൽ പോയി ഓപ്പറേഷൻ അനന്തയുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് സ്റ്റേ വാങ്ങിയെങ്കിൽ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു, അത് വെക്കേറ്റ് ചെയ്യിക്കാൻ നമ്മുടെ ഭരണകൂടം തയ്യാറാകുന്നില്ല എന്ന വിമർശനമാണ് ജിജി തോംസൺ ഉന്നയിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് തദ്ദേശ ഭരണകൂടത്തിനോ സംസ്ഥാന സർക്കാരിനോ ഒക്കെ ഒഴിഞ്ഞു മാറാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഓപ്പറേഷൻ അനന്ത വലിയൊരു പ്രതീക്ഷ തന്നെയായിരുന്നു, പ്രത്യേകിച്ച് തലസ്ഥാനത്തിന്റെ നിത്യശാപമായ വെള്ളപ്പൊക്കത്തിന്, വെള്ളക്കെട്ടുകൾക്ക് ഒരു ശാശ്വത പരിഹാരം അതിലൂടെ ഉണ്ടാകുമെന്ന് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെട്ടു. ആദ്യഘട്ടത്തിലേക്ക് വളരെ സ്മൂത്തായി, വളരെ സുഗമമായി ഈ ഓപ്പറേഷൻ മുന്നോട്ട് പോവുകയും ചെയ്തു. ബിജു പ്രഭാകർ എന്ന അന്ന് ജില്ലാ കളക്ടറാണ് അതിന് പ്രധാനമായും നേതൃത്വം നൽകിയത്. അതിന് മികച്ച പിന്തുണയുമായി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി ജിജി തോംസണും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ അവസാന ഘട്ടത്തിൽ ആണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. അതായത് ബിജു രമേശിനെ പോലുള്ള വൻകിട വ്യവസായികളുടെ ഭൂമിയിലേക്ക് ഇതിന്റെ നടപടികൾ നീണ്ടതോടുകൂടിയാണ് അവരുടെ ഭൂമിയിൽ കൂടി ഇത്തരം ഈ യഥാർത്ഥത്തിൽ ആമയിഴഞ്ചാൻ തോട് ആ ഭാഗത്തോട്ട് കടന്നു പോകുന്നില്ല എന്നാണ് പൊതുവിൽ വ്യക്ത തന്നെ പറയുന്നത്. പക്ഷേ മറ്റു ചില ജലനിർഗമന മാർഗങ്ങൾ ഈ ബിജു രമേശിന്റെ കെട്ടിടത്തിലൂടെയും അതിനടിയിലൂടെയും പോകുന്നുണ്ട്. അവിടേക്ക് കൂടി ഇത് നീളുകയും ആ കെട്ടിടങ്ങൾ പൊളിക്കണമെന്ന ഈ ഉദ്യോഗ സംഘത്തിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ പിടിവാശി എടുത്തത് കൊണ്ടുകൂടിയാണ് നിന്നുപോയതെന്ന വിലയിരുത്തൽ നേരത്തെ തന്നെയുണ്ട്. സ്വാഭാവികമായും ബിജു രമേശിലേക്ക് ഈ നടപടികൾ നീണ്ടുപോയപ്പോൾ അതിൽ വലിയ എതിർപ്പ് അന്നത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായി. അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവാണ് അന്നത്തെ മന്ത്രി അടൂർ പ്രകാശ്, ഇപ്പോൾ അദ്ദേഹം MP ആണ്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ എതിർപ്പുകൾ അന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തന്നെ ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. ഇതുമായി ബന്ധപ്പെട്ട നേതൃത്വ ഉദ്യോഗസ്ഥർ സംസാരിക്കുമ്പോൾ അവർ അക്കാര്യം പറയുന്നുമുണ്ട്. അടൂർ പ്രകാശിന്റെ ഇടപെടലോട് കൂടിയാണ് ഇത് ഒരു തരത്തിൽ തടസ്സപ്പെട്ടത്. പിന്നീട് അപ്പോഴേക്കും ഭരണമാറ്റത്തിന്റെ സമയമായി. 35 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചത്. ബജറ്റിന് പുറത്തുള്ള വിഹിതമായിരുന്നു, ഇതിനുവേണ്ടി മാറ്റിവെച്ച ഒരു വിഹിതമല്ല. ചീഫ് സെക്രട്ടറിയുടെ പ്രത്യേക താല്പര്യപ്രകാരം ജിജി തോംസന്റെ പ്രത്യേക താല്പര്യം ഉള്ളതുകൊണ്ട് മാത്രമാണെന്ന് ആ തുക അനുവദിക്കപ്പെട്ടത്. പിന്നീട് അധികം തുക വേണ്ടി വന്നു. ഇതിനുവേണ്ടി ഭീമമായ ചെലവുണ്ടായി. ആ ചെലവ് കണ്ടെത്താനുള്ള പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തീരുമാനമെടുത്തത് പുതിയ സർക്കാർ മാറി വരുമ്പോൾ ഒരുപക്ഷെ ഈ പ്രവർത്തനങ്ങളോട് യോജിപ്പില്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ നടപടികൾ വേണ്ട എന്ന് വെച്ചാൽ ഈ തുകയുടെ കാര്യത്തിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പിന്നീട് ഒരു അന്വേഷണത്തിലേക്കുമൊക്കെ അത് നീണ്ടുപോകാം. അതുകൊണ്ട് എന്തിന് ഈ റിസ്ക് എടുക്കുന്നു എന്ന ചിന്ത പൊതുവിൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതാണ് ഭരണമാറ്റവും കൂടി വരുമെന്ന സൂചന വന്നതോടുകൂടിയാണ് അനന്ത നിലച്ചുപോയത്, ഓപ്പറേഷൻ അനന്ത നിലച്ചുപോയത്. പിന്നീട് ജില്ലാ കളക്ടർ സ്ഥാനത്ത് നിന്ന് അവിടെ അരുൺ, ഇതിലിപ്പോൾ എടുത്തു പറയേണ്ടത് ഈ ജിജി തോംസന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ എടുത്തു പറയുകയല്ല, ഒരു ഭരണ തുടർച്ചയുടെ ഭാഗമായി ഒരു പ്രൊജക്ട് പിന്തുടർന്നു പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ ഇപ്പോൾ തന്നെ, അതായത് ജോയിയുടെ മരണത്തിന് ശേഷവും ഈ കേരളത്തിൽ നടക്കുന്നത് എന്താണ്? മേയർക്കെതിരെ BJP പ്രതിഷേധവുമായി വരുന്നു, അതോടൊപ്പം യൂത്ത് കോൺഗ്രസ് വരുന്നു, റെയിൽവേക്കെതിരെ DYFI പ്രതിഷേധവുമായി വരുന്നു. ഏത് രാഷ്ട്രീയ പാർട്ടികളുമാകട്ടെ അവരെപ്പോഴും ഇങ്ങനെ വൻകിട കുത്തകക്കാർ എന്ന തരത്തിലൊക്കെയുള്ള ചില ബിസിനസ്മാൻമാർക്ക് എതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കും. പക്ഷേ കേരളത്തിൽ ഉൾപ്പെടെ ഓരോ പ്രദേശത്തെയും നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന നിരവധിയായ വ്യാപാരികളും വ്യവസായികളും ഒക്കെയുണ്ട്. അവരുടെ ഒന്നും പേരുകൾ ഒരിക്കലും ചിത്രത്തിലേക്ക് വരില്ല.
അവരൊക്കെ പലപ്പോഴും നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നത് അനധികൃതമായാണ്. അതിനെ വലിയ തോതിൽ പണം നൽകിക്കൊണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പിലും മറ്റുമൊക്കെ പാർട്ടി സംഭാവനകൾ എന്ന് നൽകിക്കൊണ്ട് ഈ രാഷ്ട്രീയക്കാരെ എല്ലാം സ്വാധീനിക്കാൻ അവർക്ക് സാധിക്കുന്നു. യഥാർത്ഥത്തിൽ അത്തരം നിർമ്മിതികൾ എത്രത്തോളം ഈ തിരുവനന്തപുരം നഗരത്തെ ബാധിക്കുന്നുണ്ട്? നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഒന്നാണ്, അതായത് നേരത്തെ ഉണ്ടായിരുന്ന നീരൊഴുക്കിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഇത്തരം കയ്യേറ്റങ്ങളും നിർമ്മാണ പ്രവൃത്തികളും ഒക്കെയാണല്ലോ. അരുണിന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അരുൺ നടത്തിയ യാത്രകളിൽ അത്തരം നിർമ്മാണ പ്രവൃത്തികൾ എത്രത്തോളം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ്? തീർച്ചയായിട്ടും നഗരത്തിന്റെ ഒരു പ്രകൃതിദത്തമായ ഡ്രെയിനേജ് സംവിധാനമുള്ള നഗരമാണ് തലസ്ഥാന നഗരം. മറ്റൊരു ജില്ലകളിലും ഇല്ലാത്ത പോലെ വളരെ കൃത്യമായി പ്രകൃതിദത്തമായ സംവിധാനങ്ങൾക്ക് കൃത്യമായ ആസൂത്രണം ഇതുമായി ബന്ധപ്പെട്ട് ഈ നഗരത്തിലെ ഡ്രെയിനേജ് സംവിധാനം ബന്ധപ്പെട്ട് ഉള്ള ഒരു നഗരം കൂടിയാണ് തിരുവനന്തപുരം. പക്ഷേ അതിന്റെ എന്തുകൊണ്ട് ഇത്തരത്തിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിൽ നിരന്തരം പെടുന്നതിന് കാരണം അഭിലാഷ് സൂചിപ്പിച്ച പോലെ ഈ വൻകിട കയ്യേറ്റങ്ങൾ തന്നെയാണ്. അത് ഈ നഗരത്തിലെ പ്രധാനപ്പെട്ട പഴവങ്ങാടിയും അതുപോലെ തമ്പാനൂരും ഉൾപ്പെടുന്ന മേഖലകളിൽ മാത്രമല്ല, കുറച്ചങ്ങോട്ട് മാറിയാൽ ഉള്ളൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ സ്വാഭാവികമായ വലിയ കുളങ്ങളുള്ള പ്രദേശങ്ങളിൽ കുളം നികത്തി അത് പിന്നീട് വലിയ കെട്ടിടങ്ങൾ, ഉള്ളൂരിലൊരു പ്രധാന മദ്യ മുതലാളിയുടെ ബാർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ സ്വാധീനമുള്ള ആളാണ്. ആ ബാറ് ഒരു പൊതുകുളമായിരുന്നു, ഒരു പ്രദേശത്തെ ഒരു പൊതുകുളമായിരുന്നു. അവിടെ കുളം നികത്തിയാണ് അവിടെ ബാർ ഇപ്പോൾ വർഷങ്ങളായി പ്രവർത്തിക്കുന്നത്. അത് ഇവിടുത്തെ അധികാരികൾക്കറിയാം. ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. പക്ഷേ അതും അന്വേഷണം, അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട പദവിയിൽ ഇപ്പോഴും ഈ സംസ്ഥാനത്ത് ഉണ്ട്. അദ്ദേഹം ആ പദവി വന്നിട്ട് പോലും അതിനെതിരെ നടപടി ഉണ്ടാകുന്നില്ല. ഈ ഓപ്പറേഷൻ എന്താ കടന്നു പോകുന്ന വഴികളെല്ലാം ഇത്തരം കയ്യേറ്റങ്ങളുണ്ട്. ആമയിഴഞ്ചാൻ തോട് ഒഴുകുന്ന വഴികളിലെല്ലാം ഇത്തരം കയ്യേറ്റങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രി പ്രവർത്തിക്കുന്ന പൂർണ്ണമായും ആമയിഴഞ്ചാൻ തോടിന്റെ കരയിൽ, ഒരുപക്ഷെ കരയല്ല, അവിടെ നികത്തി പിന്നീട് കരയായി മാറിയത് അതിന്റെ തീരത്താണ്. നിരവധി ഫ്ളാറ്റ് സമുച്ചയങ്ങൾ ഈ പാറ്റൂർ മുതൽ ആക്കുളം വരെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം ഒരുപക്ഷെ ആമയിഴഞ്ചാൻ തോട് ഒഴുകുന്ന വഴികളിൽ ഉള്ളവയാണ്. ഈ വെള്ളം അണമുഖം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്. അണമുഖം എന്ന് പറയുമ്പോൾ ഇപ്പോൾ വെൺപാലവട്ടത്തിന് സമീപം കിംസ് ആശുപത്രി സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശം, അവിടെ പല ദിക്കുകളിൽ നിന്നുള്ള തോടുകൾ ഒഴുകി വന്ന് അവിടെ നിന്ന് ചേർന്ന് അവിടെ നിന്നാണ് പിന്നീട് ആക്കുളം കായലിലേക്ക് പോകുന്നത്. അവിടെ ആ വെള്ളം വന്ന് കെട്ടി നിൽക്കാൻ തക്ക സംവിധാനം ഇപ്പോഴില്ല. അവിടെയൊക്കെ വലിയ ഫ്ളാറ്റുകൾ, ഭൂതല കെട്ടിടങ്ങൾ, ആശുപത്രികൾ ഒക്കെ ഉയർന്നു കഴിഞ്ഞു. അങ്ങനെ കയ്യേറ്റങ്ങൾ വ്യാപകമാണ്. നമ്മൾ ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന വിഷയം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്താൽ പോലും ഈ ആമയിഴഞ്ചാൻ തോടിന്റെയും മറ്റ് തോടുകളുടെയും ഒന്നും ഒഴുക്ക് സുഗമമായില്ല. കാരണം അതിനൊക്കെ പുറത്ത് വലിയ വലിയ കെട്ടിടങ്ങൾ, ഒരുപക്ഷെ ഇനി ഒരിക്കലും അത് പൊളിച്ചു മാറ്റാൻ കഴിയാത്ത തരത്തിലുള്ള, അല്ലെങ്കിൽ അതിന് ആരും ധൈര്യപ്പെടാത്ത തരത്തിലുള്ള കെട്ടിടങ്ങളുണ്ട്. സ്വാഭാവികമായി ഓപ്പറേഷൻ അനന്ത നിരച്ചുപോയി. അതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് അത് സ്തംഭിച്ചു. പിന്നീട് അത് തുടർന്നു പോകാൻ മാറി വന്ന പിണറായി സർക്കാരിനും താല്പര്യമുണ്ടായതില്ല. താല്പര്യമുണ്ടാകാത്തൊരു പ്രധാന കാരണം ഇത്തരത്തിലുള്ള വൻകിടക്കാരെ തൊടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഷോക്ക് തന്നെയാണ്. അല്ലെങ്കിൽ അവരെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ നഗരം ഇപ്പോഴും ഇതുപോലെ നിൽക്കുന്നത്. അവിടെ ചെറിയ നമുക്കറിയാം, ഈ ആമയിഴഞ്ചാൻ തോടിന്റെയൊക്കെ കൈവഴിയുടെ പലയിടത്തും സാധാരണക്കാരായ ആളുകൾ കുടില് കെട്ടി താമസിക്കുന്നുണ്ട്. അവരെയൊക്കെ കുറേയൊക്കെ ഒഴിപ്പിച്ച് അവർക്ക് പുനരധിവാസം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഒഴിപ്പിക്കപ്പെടുന്നതും പുനരധിവാസം കൊടുക്കുന്നതും ഒക്കെ സാധാരണക്കാർക്ക് മാത്രമാണ്. അവിടെ വൻകിട കയ്യേറ്റങ്ങൾ വലിയ രീതിയിലുണ്ട്. ഇതാർക്കും അറിയാത്ത രഹസ്യമല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷെ അതൊന്നും തുടരാൻ ആരും തയ്യാറാകുന്നില്ല. ഓപ്പറേഷൻ അനന്ത വലിയ പ്രതീക്ഷയായിരുന്നു തലസ്ഥാനത്തിന് ഉണ്ടാക്കിയത്. ഒരുപക്ഷെ ഇപ്പോൾ ഇത്രയെങ്കിലും തലസ്ഥാനം വെള്ളപ്പൊക്കത്തിൽ പിടിച്ചു നിൽക്കുന്നുവെങ്കിൽ അതിന് നന്ദി പറയേണ്ടത് ഈ ഓപ്പറേഷൻ അനന്ത എന്ന അന്നത്തെ സർക്കാരിന്റെ, അന്നത്തെ ഉദ്യോഗസ്ഥരുടെ വലിയ ഒരു ഇനിഷ്യേറ്റീവിനെ തന്നെയാണ്. പക്ഷെ അത് പാതി വഴി നിന്നുപോയതാണ് പൂർണ്ണമായും ഈ പ്രശ്നങ്ങൾ മറികടക്കാൻ തലസ്ഥാന നഗരത്തിന് കഴിയാതെ പോയതിന് പ്രധാന കാരണം. തീർച്ചയായും അരുൺ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ആശുപത്രി സമുച്ചയങ്ങൾ, ബഹുനില കെട്ടിടങ്ങൾ, ഫ്ളാറ്റുകൾ ഉൾപ്പെടെയെല്ലാം നിയമം ലംഘിച്ചുകൊണ്ട് തന്നെയാണ് തലസ്ഥാന നഗരിയിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത് എന്ന്. ഇത്തരം നിർമ്മിതികൾ ഏതാണ്ട് നഗരപ്രദേശങ്ങളിൽ എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന സാഹചര്യം ആണുള്ളത്. ഇന്നലെ മന്ത്രി എം പി രാജേഷ് പറഞ്ഞത് ഈ മരണത്തിന് ജനങ്ങളും ഉത്തരവാദികളാണ്, അവർ ഈ മാലിന്യം വലിച്ചെറിയുന്നു എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഈ മാലിന്യം വലിച്ചെറിയപ്പെടേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. എവിടെയാണ് ആളുകൾ മാലിന്യം നിക്ഷേപിക്കേണ്ടത്? അതിനെ സംസ്കരിക്കാൻ കൃത്യമായ ശാസ്ത്രീയ സംവിധാനങ്ങളുണ്ടോ? മാലിന്യം ശേഖരിക്കാൻ നമ്മുടെ ഭരണകൂടത്തിന് സംവിധാനങ്ങളുണ്ടോ? ഈ ഫ്ളാറ്റ് സമുച്ചയത്തിനൊക്കെ അനുമതി നൽകുന്നത് ഇതേ ഭരണകൂടം തന്നെയാണ്.
എന്നിട്ട് അവിടെ താമസിക്കുന്ന ഫ്ളാറ്റിൽ താമസിക്കുന്ന ആളുകൾ ഇത് എവിടെ സംസ്കരിക്കണം എന്നത് അവർ കണ്ടുപിടിച്ചു കൊള്ളണം എന്ന വിചിത്രമായ മറുപടി കൂടിയാണ് ഈ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഭരണകൂടം ഇപ്പോഴും ഈ വിഷയത്തെ ഗൗരവമായല്ല കാണുന്നത്. വാർത്തകളിൽ നിറയുമ്പോൾ മാത്രം എന്തെങ്കിലുമൊക്കെ മറുപടികൾ നൽകിക്കൊണ്ട് ആരെയെങ്കിലുമൊക്കെ പഴി പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുക എന്നത് തന്നെയല്ലേ ഇപ്പോഴും നടക്കുന്നതാരും? തീർച്ചയായിട്ടും സ്വാഭാവികമായും നഗരത്തിൽ വലിയൊരു മാലിന്യ സംസ്കരണ സംവിധാനമുള്ള ഉണ്ടായ നഗരമാണ്. അതിന്റെ പ്രശ്നങ്ങൾ, വലിയ സമരങ്ങളൊക്കെ വെളുപ്പിൽശാല നമ്മൾ കണ്ടതാണ്. പക്ഷേ വെളുപ്പിൽശാല പ്രവർത്തനം അവസാനിപ്പിച്ചതോടുകൂടി എങ്ങോട്ട് പോകും നഗരത്തിലെ മാലിന്യങ്ങൾ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ മാലിന്യങ്ങളാണ്, അത് വലിയൊരു അളവാണ് ഇത്തരത്തിൽ വലിച്ചെറിയപ്പെടുന്നത്. അത് പൊതുനിരത്തുകൾ വലിച്ചെറിയപ്പെടുന്നുണ്ട്, ജലാശയങ്ങൾ വലിച്ചെറിയപ്പെടുന്നുണ്ട്, ഒഴിഞ്ഞ പറമ്പുകളിലേക്ക് വലിച്ചെറിയപ്പെടുകയും അവിടെ പിന്നീട് വലിയൊരു മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നതുമൊക്കെ നമ്മൾ കാണുന്നതാണ്. അത്തരം സംവിധാനങ്ങൾ ഇല്ലാത്തതിനു ശേഷം നഗരസഭയുടെ ഹരിതകർമ്മസേനയും മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാലിന്യ ശേഖരണം നടക്കുന്നുണ്ട്. തുമ്പൂർ മോഡലിൽ മാലിന്യ സംസ്കരണം ചില കേന്ദ്രങ്ങളിലുണ്ട്. അതുപോലെ തന്നെ കിച്ചൺ ബിൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ചിലയിടത്തൊക്കെ നടപ്പാകും. പക്ഷെ പൂർണ്ണമായും നഗരത്തിലുണ്ടാകുന്ന മാലിന്യങ്ങൾ മുഴുവൻ സംസ്കരിക്കാനുള്ള സംവിധാനം തിരുവനന്തപുരം നഗരത്തിലില്ല എന്നത് വസ്തുതയാണ്. അവിടെയാണ് നഗരസഭയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായി നിറവേറ്റാൻ അവർ കഴിയുന്നില്ല എന്ന വിമർശനം ഉയരാൻ കാരണം. മുഴുവൻ മാലിന്യവും സംസ്കരിക്കപ്പെടണം, അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഏതെങ്കിലും ഫ്ളാറ്റുകളിലോ അല്ലെങ്കിൽ വീടുകളിലോ അവർക്കൊക്കെ സ്വയം മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ പൂർണ്ണമായി നടപ്പാക്കാനുള്ള ശേഷിക്കുറവുണ്ട്, അല്ലെങ്കിൽ അതിന് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മാലിന്യങ്ങൾ ഇത്തരത്തിൽ പെരുകുന്നത്. അവിടെ കൃത്യമായ ഒരു കേന്ദ്രീകൃത സംവിധാനം ഉണ്ടാകേണ്ടത് വളരെ അനിവാര്യവുമാണ്. അതിനിപ്പോൾ കഴിയുന്നില്ല. വികേന്ദ്രീകൃതമായി മാലിന്യങ്ങൾ ഉണ്ടാകുന്നിടത്ത് തന്നെ സംസ്കരിക്കുക എന്ന ആശയമൊന്നും എത്രത്തോളം എളുപ്പത്തിൽ പൂർണ്ണമായും നടപ്പാക്കാൻ കഴിയുമെന്ന സംശയങ്ങൾ നേരത്തെ ഉയർന്നാണ്. ഇപ്പോൾ അതിന്റെ ഒരു ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. കൃത്യമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ പൂർണ്ണമായും തലസ്ഥാനത്ത് ഇല്ല എന്ന് തന്നെ പറയണം. മാത്രമല്ല, ഈ വീടുകളിൽ ശേഖരിക്കപ്പെടുന്ന കോർപ്പറേഷൻ ആളുകളെ വെച്ച് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ പോലും പലപ്പോഴും പുറത്തേക്ക് കൊണ്ടുപോകുന്നു പറയുമ്പോഴും അതിലും പലതും പല സ്ഥലങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം കോർപ്പറേഷന്റെ വാഹനത്തിൽ തന്നെ ഒരിടത്ത് മാലിന്യങ്ങൾ ഒരു ഒഴിഞ്ഞ പറമ്പിൽ കൊണ്ട് തള്ളിയിട്ട് പോകുന്ന കാഴ്ച ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. അത്തരത്തിൽ പല പ്രശ്നങ്ങൾ ഇപ്പോഴും ഇത് അവശേഷിക്കുന്നു. വലിയ ഒരു അത്ര എളുപ്പമൊന്നും പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമായ തലസ്ഥാനത്തെ മാലിന്യ പ്രശ്നം തുടരാനുള്ള കാരണം അതിന് മതിയായ സംവിധാനം ഇല്ല എന്ന് തന്നെയാണ്. നാളെ മുഖ്യമന്ത്രിയുടെ ഒരു നിർണായക യോഗമുണ്ട്. ഇപ്പോൾ ശ്രീ വി കെ പ്രശാന്ത്, അരുൺ തുടരുക. ശ്രീ വി കെ പ്രശാന്ത് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വി കെ പ്രശാന്ത്, ജിജി തോംസൺ ഞങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് വൻകിട കയ്യേറ്റങ്ങളെ തൊട്ടപ്പോൾ തന്നെയാണ് ഓപ്പറേഷൻ അനന്ത മുങ്ങിപ്പോയത് അല്ലെങ്കിൽ മുടങ്ങിപ്പോയത് എന്നുള്ളതാണ്. ഈ കയ്യേറ്റക്കാർ കോടതിയിലടക്കം പോകുന്നു, അങ്ങനെ സ്റ്റേ വാങ്ങുന്നു. അത് സ്വാഭാവികമായും കയ്യേറ്റക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു നടപടി. പക്ഷേ ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യിക്കാനുള്ള ഉത്തരവാദിത്തം ഭരണകൂടങ്ങൾക്കുണ്ട്. അതെന്തുകൊണ്ടുണ്ടാകുന്നില്ല എന്നാണ് ജിജി തോംസൺ ചോദിക്കുന്നത്. താങ്കൾക്ക് അതിനൊരു മറുപടി നൽകാൻ സാധിക്കുമോ? ഇല്ല, അന്ന് ഓപ്പറേഷൻ അനന്ത കുറേയധികം കാര്യങ്ങൾ മുന്നോട്ട് പോയതാണ്. ഈ വൻകിടക്കാരുടെ അടക്കം പല കാര്യങ്ങളും കൈകാര്യം ചെയ്തതാണ്. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോ ചീഫ് സെക്രട്ടറി അടക്കം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഇനി വേറെ ആരാവുന്നത് എവിടെയാണുള്ളത്? അപ്പോ അത് ഗവൺമെന്റ് തന്നെ അതിന്റെ സ്റ്റേ വെക്കേറ്റ് ചെയ്ത് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിരുന്നു. എന്തായാലും ആ ഭാഗം അവിടെ അവസാനിച്ചു. അത് വെക്കേറ്റ് ചെയ്ത് പോകേണ്ടതായിരുന്നു എന്നതുകൊണ്ട് അവസാനിക്കുമോ? വെക്കേറ്റ് ചെയ്യിപ്പിക്കണ്ടേ? അല്ലെ, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. സംസ്ഥാന ചീഫ് സെക്രട്ടറിയും സംസ്ഥാനത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഉദ്യോഗസ്ഥനാണല്ലോ അന്ന് നേതൃത്വം കൊടുത്തത്. അപ്പൊ ആ ലെവലിൽ ആ സംഗതി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു അത്. അല്ല ശ്രീ വി കെ പ്രശാന്ത്, അത് ശരി, അത് സമ്മതിക്കുന്നു. അതിനൊരു തുടർച്ചയുണ്ടാകണമായിരുന്നല്ലോ. അടുത്ത ഭരണകൂടം വരുമ്പോൾ, അടുത്ത ഭരണസമിതി വരുമ്പോൾ മറ്റൊരു ഭരണസമിതിക്ക് ആ കാലഘട്ടത്തിൽ ചെയ്യാൻ കഴിയാതെ പോയത് ഇനി മറ്റുള്ളവർ ചെയ്യേണ്ടതില്ല എന്നല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അങ്ങനെയല്ലല്ലോ. ഇത് 2015 ഓപ്പറേഷൻ അനന്ത നടക്കുന്നത്. അതെ, 2018 ഞാൻ മേയറായി ചുമതല വഹിക്കുന്ന ഘട്ടത്തിൽ ഇത് ഓപ്പറേഷൻ അനന്ത എന്ന പേരിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇതിനേക്കാൾ നന്നായിട്ട് തന്നെ ആ പ്രവർത്തനം നമ്മൾ നടത്തി. ഈ പറഞ്ഞ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അടിയിൽ കൂടി ക്ലീൻ ചെയ്ത് ഞങ്ങള് മറ്റേ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അതിനകത്ത് ഇറക്കി മൊത്തമായി ക്ലീൻ ചെയ്തതാണ്. അതിന്റെയൊക്കെ വിഷ്വൽ ഇന്നിപ്പോ എല്ലാവർക്കും ലഭ്യമാണ്. അപ്പൊ ഓപ്പറേഷൻ അനന്തയായിരുന്നു തിരുവനന്തപുരത്ത് അവസാനമായി നടന്നത് എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. അതിനുശേഷം 2018-ലും 2019-ലും ഒക്കെ അല്ല, അദ്ദേഹം പറഞ്ഞ ചില പേരുകളുണ്ട്. ഇപ്പോൾ ബിജു രമേശിനെ പോലെയുള്ള വ്യവസായികളുടെ പേരുകൾ അടക്കമാണ് പറഞ്ഞത്. അപ്പോൾ ഇവരുടെയൊക്കെ നിർമ്മാണ പ്രവൃത്തികളിൽ ഇടപെടാനോ ഒന്നും ഒരു ഭരണ സംവിധാനങ്ങൾക്കോ, അതിപ്പോൾ അദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ കോട്ട് ചെയ്തുകൊണ്ടല്ല പറയുന്നത്.
അത്തരം ചില അനധികൃത നിർമ്മാണങ്ങൾ, കയ്യേറ്റങ്ങൾ തലസ്ഥാന നഗരത്തിൽ വ്യാപകമാണ്. അതിലൊരു ഉദാഹരണം മാത്രമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. പല വ്യാപാര സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ആശുപത്രി സമുച്ചയങ്ങൾ, കെട്ടിട സമുച്ചയങ്ങളൊക്കെ ഇത്തരത്തിൽ പിഴവുകൾ വരുത്തുന്നുണ്ട്. അത് പരിഹരിക്കാനൊന്നും ഭരണ സംവിധാനങ്ങൾക്ക് സാധിക്കാതെ പോകുന്നു എന്നാണ് ജിജി തോംസൺ പറഞ്ഞത്. അല്ല, നമുക്ക് തിരുവനന്തപുരത്തുകാർക്ക് എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ട്. ശ്രീ വി ശിവൻകുട്ടി മേയറായിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ വ്യക്തിയുടെ കെട്ടിടമടക്കം ഇടിക്കുന്നതിനാവശ്യമായിട്ടുള്ള ശ്രമങ്ങളൊക്കെ അന്ന് നടത്തിയത്. അത് തിരുവനന്തപുരത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റിനെ ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പൊ ആമിഴഞ്ചാം തോട് കൃത്യമായി ശുദ്ധീകരിക്കുന്നതിന് നമുക്കൊരു സംവിധാനം ഒരുക്കണം. ഞാൻ നേരത്തെ നടന്ന ചർച്ചകളിലൊക്കെ പറഞ്ഞ കാര്യമാണ്. റെയിൽവേ ബന്ധപ്പെടേണ്ട കാര്യമാണ്, ഇറിഗേഷൻ വകുപ്പ് ബന്ധപ്പെടേണ്ട കാര്യമാണ്. അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളെയും കോർഡിനേറ്റ് ചെയ്ത് ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ അതിനെ നയിക്കുന്ന നിലയിലേക്ക് പദ്ധതി വരണമെന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാളെ യോഗം വിളിച്ച് അത്തരം ഒരു സ്കീമിന് വേണ്ടി ആലോചിക്കുകയാണ്. അപ്പോൾ ഫണ്ട് അടക്കം കണ്ടെത്തിക്കൊണ്ട് അന്നത്തെ സാഹചര്യം എന്താ? ശ്രീ ജിജി തോംസൺ അദ്ദേഹം ചീഫ് സെക്രട്ടറി ചുമതല വഹിക്കുന്ന ഘട്ടത്തിൽ നഗരമാകെ വെള്ളത്തിൽ മുങ്ങിപ്പോയി. കിഴക്കേക്കോട്ടയും തമ്പാനൂരും ഒക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ആ ഗുരുതര സാഹചര്യത്തെ ഓവർകം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അന്ന് അനന്ത ആലോചിച്ചത്, ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് അനന്ത ആലോചിച്ചത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഞങ്ങളുടെയൊക്കെ കാലത്ത് വീണ്ടും ആ കനാലടക്കം ശുചീകരിച്ചു, ആമയിഴഞ്ചാൻ തോട് ശുചീകരിച്ചു. അതിന്റെയൊക്കെ ഫോട്ടോസും മറ്റ് വിഷ്വൽസും ഒക്കെ ഞങ്ങളുടെ കൈവശമുണ്ട്. അപ്പോൾ ഇനിയും അത് തുടരണമെന്നുള്ള തർക്കമില്ല. ഇപ്പൊ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും മാലിന്യം ഇതിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇതൊരു വിപുലമായ പദ്ധതിയായി അനധികൃതമായി മാലിന്യം എടുക്കുന്ന ആളുകളെ പിടികൂടുന്നതടക്കമുള്ള നിരവധി കാര്യങ്ങൾ ഉൾച്ചേർത്തുകൊണ്ട് ഒരു ക്യാമ്പയിനായി ഇത് പോയാൽ മാത്രമേ നമുക്കത് ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടി കഴിയൂ. അതിനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു ഭരണകൂടം മാത്രം മാലിന്യം നീക്കുന്നു എന്നുള്ള നിലയിലേക്ക് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. എല്ലാ കാലത്തും ഈ കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം ഇത് മാറ്റിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? തിരുവനന്തപുരം വീണ്ടും പഴയതുപോലെ വെള്ളക്കെട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വരും. അതുകൊണ്ട് ആര് ഭരിച്ചാലും കൊള്ളാം, നഗരത്തിൽ മാലിന്യം മാറ്റുക എന്നുള്ളത് ഇവിടുത്തെ പൗരന്മാരുടെ അവകാശമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളും ഒക്കെ പരിശ്രമിക്കുന്നത്. എല്ലാ കാലത്തും മാലിന്യം മാറ്റാറുണ്ട്, അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താറുണ്ട്. റൈറ്റ്, വളരെ നന്ദി ശ്രീ വി കെ പ്രശാന്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന്. സമഗ്രമായ ഒരു പദ്ധതി തയ്യാറാക്കേണ്ടതിന്റെ ആവശ്യകത കൂടിയാണ് ശ്രീ വി കെ പ്രശാന്ത് സൂചിപ്പിക്കുന്നത്. അതിനുള്ള ശ്രമം തുടരും എന്നുകൂടി അദ്ദേഹം പറയുകയും ചെയ്യുന്നു. എല്ലാ സർക്കാരുകളുടെയും കാലഘട്ടത്തിൽ ഇത്തരം പ്രവർത്തികൾ നടത്തിയിട്ടുണ്ട് എങ്കിലും അത് പൂർണ്ണമായ തോതിൽ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അതേസമയം ഇത്തരം പദ്ധതികളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് പ്രതികരണം. അതേസമയം ഓപ്പറേഷൻ അനന്ത പോലെയുള്ള പദ്ധതികൾ വൻകിട കയ്യേറ്റക്കാർക്ക് നേരെ വിരൽ ചൂണ്ടപ്പെട്ട സാഹചര്യത്തിൽ ആണ് നിലച്ചുപോയത് എന്ന ആരോപണം ആണ് മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ ജിജി തോംസൺ ഉന്നയിച്ചത്. ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഈ മറ്റൊരു കാര്യം ഇങ്ങനെ അന്തരീക്ഷത്തിലുള്ളത് അവിടുത്തെ ചില വൻകിട കയ്യേറ്റങ്ങളെ തൊട്ടപ്പോഴാണ് ഇതിന് വൻകിട കയറ്റങ്ങൾ അതെ ഓപ്പറേഷൻ നമ്മൾ വൻകിട കയ്യേറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവിടെ പിന്നെ മധ്യരാജാവായ ബിജു രമേശിൻ്റെ രാജധാനി എന്ന് പറഞ്ഞ ബിൽഡിങ്ങിൻ്റെ അടിയിൽ കൂടി 2 ഓടകൾ ഒഴുകുന്നുണ്ട്. അദ്ദേഹം അത് നിഷേധിക്കുന്നില്ല. അദ്ദേഹം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്, എൻ്റെ ബിൽഡിങ്ങിൻ്റെ അടിയിൽ കൂടി ഓടകൾ പോകുന്നുണ്ട്, പക്ഷെ ഞാനത് വെള്ളം തടഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്. അത് ശരിയോ തെറ്റോ എന്ന് കോടതി വേണം തീരുമാനിക്കാൻ, എനിക്ക് പറയാനാവില്ല. അത് ഞങ്ങൾ ചെയ്യാൻ നോക്കുമ്പോൾ അദ്ദേഹം അതിനെതിരെ അപ്പീലുമായിട്ട് ഹൈക്കോർട്ടിൽ പോയി. ഹൈക്കോർട്ട് അപ്പീൽ സ്റ്റേ കൊടുത്തില്ല. അപ്പം അദ്ദേഹം സുപ്രീം കോർട്ടിൽ പോയി. സുപ്രീം കോർട്ട് സ്റ്റേ ചെയ്തു. ഇന്ന് 2024 ഇത്. 2024 വരെ സ്റ്റേ വെക്കേറ്റ് ചെയ്തിട്ടില്ലല്ലോ. അതെന്ത് സർക്കാരല്ലേ വെക്കേറ്റ് ചെയ്യേണ്ടത്? എന്തേ വെക്കേറ്റ് ചെയ്യാത്തത്? അപ്പം നമ്മൾ എന്താ ധരിക്കേണ്ടത്? ഈ അദ്ദേഹത്തെ ഒന്നും മുഷിപ്പിക്കരുത്, ആ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ഇൻഡയറക്റ്റായിട്ട് നമ്മളോട് പറയുകയല്ലേ ഈ ചെയ്യുന്നതിൻ്റെ അർത്ഥം. അല്ലാങ്കിൽ വേറൊരു അർത്ഥം ഉണ്ടെങ്കിൽ പറയൂ. അപ്പം ഇത് ഇങ്ങനെയാണ് ഇത് കാര്യങ്ങളുടെ പോക്ക്. എന്നിട്ട് ഇപ്പം നമ്മളിരുന്ന് റെയിൽവേ കുറ്റപ്പെടുത്തുന്നു. വി അരുൺ വീണ്ടും ചേരുന്നുണ്ട്. അരുൺ, നേരത്തെ ശ്രീ വി കെ പ്രശാന്തിന്റെ അടക്കമുള്ള പ്രതികരണങ്ങൾ കേട്ട് കാണും. അവിടെയും അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലടക്കം ക്ലീൻ ചെയ്തിരുന്നു. അതിനു മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിലും നഗരം തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് തന്നെയാണ് ഇനിയിപ്പോൾ മറ്റൊരു പ്രതിനിധിയെ വിളിച്ചാലും ലഭിക്കാൻ പോകുന്ന മറുപടി. പക്ഷെ ദുരിതം പേറുന്നത് ജനങ്ങളാണ്. ഈ ശാശ്വതമായ പരിഹാരം വേണം എന്ന് പറയുന്നതിനപ്പുറത്ത് അതിനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഈ മാലിന്യം വലിച്ചെറിയുന്നു എന്നത് തീർച്ചയായും തെറ്റായ പ്രവണതയാണ്. അതിൽ നിന്ന് സാധാരണക്കാരായ ആളുകൾ മാറേണ്ടതുമാണ്, അതിലൊരു തർക്കവുമില്ല. പക്ഷേ ആ മാലിന്യം വലിച്ചെറിയേണ്ട ഒരു സാഹചര്യം ഇല്ലാതിരിക്കുക, അത് സൃഷ്ടിക്കുക എന്നതാണല്ലോ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം. തീർച്ചയായിട്ടും പൂർണ്ണമായും മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ല എന്നത് വസ്തുതയാണ്. പ്രത്യേകിച്ചും
ഈ സ്ഥാപനങ്ങളിലുമൊക്കെ അതിന് വലിയ ചിലവേറുന്നു. ആ ചിലവ് ഒരുപക്ഷെ അത് ചിലവ് കൊടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ചിലവ് സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാകാം ഒരുപക്ഷെ ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് വലിയ തോതിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്. ഒരുപക്ഷെ ഈ മാമേജൻ തോട്ടിലൊക്കെ വരുന്നത് കൂടുതലും ഈ വീടുകളിൽ നിന്ന് കളയുന്നതിനപ്പുറത്തേക്ക് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് കൊണ്ട് തള്ളുന്ന മാലിന്യങ്ങളാണ്. അതിനെ പുറത്തേക്ക് ആളുകളെ പലപ്പോഴും ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ, മാലിന്യം കൊണ്ടുപോകാൻ ഏജൻസി ചുമതലപ്പെടുത്താറുണ്ട്. ഏജൻസികളും പണം വാങ്ങിയിട്ട് ഇവിടേക്ക് കൊണ്ട് തള്ളുന്നു എന്നതൊരു വസ്തുതയാണ്. നഗരസഭ അല്ലെങ്കിൽ സർക്കാർ കൃത്യമായ ഒരു മാലിന്യങ്ങൾ പൂർണ്ണമായും സംസ്കരിക്കുക. നമുക്കറിയാം ഒരു 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ഒരു നഗരമാണ് തിരുവനന്തപുരം, ജില്ലയാണ് തിരുവനന്തപുരം. ആ നഗരത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്നു. ആ വന്നു പോകുന്ന ആളുകളുടെ എണ്ണം അതുപോലെ തന്നെയാണ്, വളരെയധികം കൂടുതലാണ്. നമ്മുടെ മാറി വരുന്ന ഭക്ഷണ സംസ്കാരത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കമുണ്ട്. ഓൺലൈൻ ഫുഡ് വാങ്ങുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നു. അത്തരത്തിൽ ഈ മാറ്റത്തിനനുസരിച്ചുള്ള മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ തലസ്ഥാനത്തില്ല എന്നത് വസ്തുതയാണ്. അടിയന്തരമായി അത് ഏർപ്പെടുത്തുകയാണ് ഈ ഒരു പ്രശ്നപരിഹാരത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങളിലൊന്ന്. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് വി അരുൺ നൽകിയത്. എന്തായാലും വൻകിട നിർമ്മാണ പ്രവർത്തികൾ ഉൾപ്പെടെ തിരുവനന്തപുരം നഗരത്തിൽ നടക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. വൻകിട കയ്യേറ്റക്കാരെ അടക്കം തൊടാൻ ഭരണകൂടങ്ങൾക്ക് ഭയമാണ് എന്ന സൂചനകൾ കൂടി അല്ലെങ്കിൽ എന്ന പ്രതികരണങ്ങൾ കൂടിയാണ് പുറത്തു വന്നത്. അതുകൊണ്ടാണ് ഓപ്പറേഷൻ അനന്തയൊക്കെ നിലച്ചുപോയത്. അവിടെ സ്റ്റേ വാങ്ങാൻ ശേഷിയുള്ളവർ ആണ് ഈ വ്യാപാരികളെങ്കിൽ അത് വെക്കേറ്റ് ചെയ്യിപ്പിക്കാൻ ഭരണകൂടത്തിന് സാധിക്കാതെ പോകുന്നു എന്ന വിമർശനം കൂടിയാണ് ഉയരുന്നത്. വി രാജേഷ് ഇപ്പോൾ BJP നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വി രാജേഷ്, ഈ ആമിഴഞ്ചാൻ തോട്, അവിടുത്തെ മാലിന്യം എന്നത് ഈ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുമുള്ള ഒന്നല്ല. ഇടവേളകളിൽ ഓരോ മഴക്കാലത്തും ആ തോടിൻ്റെ ദൃശ്യങ്ങൾ എല്ലാ മാധ്യമങ്ങളും, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾ തുടർച്ചയായി പ്രേക്ഷകരെ കാണിക്കുന്നതാണ്. അത് എത്രത്തോളം മലിനമാണ് എന്നത് കാണിക്കുന്നതാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു മരണം കൂടി സംഭവിച്ചിട്ടുള്ളത്. ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ഒന്ന് തന്നെയാണ് ഏതൊരു ഭരണകൂടത്തിനും. ഇപ്പോൾ ഇങ്ങനെയൊരു മരണം സംഭവിക്കുമ്പോഴും പരസ്പരം പഴിചാരുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അതായത് നമുക്ക് ജോയിയുടെ മരണത്തിന് ജോയിയുടെ കുടുംബത്തോടും നാടിനോടും ഒപ്പം നമ്മളൊക്കെ തന്നെ വേദന പങ്കുവയ്ക്കുമ്പോഴും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആശങ്ക, ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരുപാട് കാലമായി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്റെ ഉള്ളിലുള്ള ആശങ്ക, ഓരോ ദിവസവും തിരുവനന്തപുരത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാലിന്യ കൂമ്പാരവും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ നദികളൊക്കെ തന്നെ ഈ മാലിന്യ കൂമ്പാരം കൊണ്ട് രോഗാണുവാഹകരായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. മറ്റൊന്ന്, ഇപ്പോ ഈ നദികളിലൊക്കെ നമ്മൾ തമ്പാനൂരിൽ കണ്ടതിനേക്കാൾ അപ്പുറം പൊക്കത്തിലാണ് ഇപ്പൊ കരിക്കം ഭാഗം എടുക്കട്ടെ, അല്ലെങ്കിൽ പഴവങ്ങാടി എടുക്കട്ടെ, തിരുവല്ലം എടുക്കട്ടെ, ഇവിടെയൊക്കെ മാലിന്യം അടിഞ്ഞുകൂടിയിരിക്കുന്നു. ഇതിന്റെയൊക്കെ കരയിലൂടെ കൊച്ചു കുട്ടികൾ സ്കൂളിൽ പോയിട്ടൊക്കെ തന്നെ കൈവരിയില്ലാത്ത കനാലിന്റെ കരയിലൂടെ യാത്ര ചെയ്യുകയാണ്. വളരെ വലിയൊരു ആശങ്കയിലാണ്. സത്യത്തിൽ ആയുസിന്റെ ബലം കൊണ്ടാണ് ഇവിടെ പലരും ജീവിച്ചു പോകുന്നത്. പ്രശ്നം ഞാൻ പറയുന്നത് രാഷ്ട്രീയ വാദഗതികളോ അല്ലെങ്കിൽ പരാമർശങ്ങൾക്കൊക്കെ അപ്പുറം ആത്യന്തികമായി ഒരു നാടിന്റെ പ്രശ്നം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക്, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ക്രിയാത്മകമായ എല്ലാ പിന്തുണയും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. ഇനി വിഷയത്തിലേക്ക് കടന്നാൽ, ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആയിരുന്നപ്പോൾ മുതൽ, അതിനു മുമ്പുള്ള കാര്യങ്ങൾ കൂടുതൽ പറയാൻ എനിക്കറിയില്ല, മേയർ ആയിരുന്ന കാലം മുതലുള്ള മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പദ്ധതികൾ പരിശോധിക്കണം. ആദ്യം കോർപ്പറേഷന് വേണ്ടത് ഒരു നയമാണ്. ഒന്നുകിൽ സെൻട്രലൈസ്ഡ് മാലിന്യ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം, അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം. ഇത് രണ്ടും പരീക്ഷിച്ചു നോക്കി, രണ്ടും പരാജയമാണ്. സെൻട്രലൈസ്ഡ് സിസ്റ്റം ആയിരുന്നല്ലോ വിളപ്പിൽ ശാലയിൽ, അത് അമ്പേ പരാജയം, കോടിക്കണക്കിന് രൂപ പല വഴിക്കും മറിഞ്ഞുപോയി. പലരും ആ പണം കൊണ്ടുപോയി അവിടുത്തെ ഒരു നാടിനെ ദുരന്തത്തിലാക്കി. ഹൈക്കോടതി വിധിയെ ജനങ്ങൾ മാനിച്ചില്ല. അവസാനം തിരുവനന്തപുരം കോർപ്പറേഷന് എല്ലാ പഴിയുമായി പ്രശ്നം പരിഹരിച്ചില്ല. പ്രശാന്ത് ഉൾപ്പെടെ വന്നപ്പോഴേക്കും, അല്ലെങ്കിൽ ചന്ദ്രിക ഇങ്ങനെയൊക്കെയുള്ള മേയർമാരൊക്കെ വന്നപ്പോഴേക്കും ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം, അതായത് പൈപ്പ് കമ്പോസ്റ്റ്, കിച്ചൺ ബിൻ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നു. അതും അമ്പേ മുടങ്ങി. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ന്യൂസ് 18 ഉൾപ്പെടെ പല മാധ്യമങ്ങളും പറഞ്ഞതുപോലെ ഇപ്പോ ഞാനിപ്പോ അതിനകത്തുള്ള കൗൺസിലറും കൂടെ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഒരു 400-450 ടൺ വേസ്റ്റ് ആണ് ഒരു ദിവസം തിരുവനന്തപുരം ജനറേറ്റ് ചെയ്യുന്നത്, തിരുവനന്തപുരം നഗരപരിധിയിൽ ഉണ്ടാകുന്നത്. ഈ 400-450 ടൺ വേസ്റ്റിൽ ഭക്ഷ്യ വേസ്റ്റ് ഉണ്ട്, ഇറച്ചി മാലിന്യം ഉണ്ട്, വേസ്റ്റ് ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പലതും ഉണ്ടല്ലോ.
നമ്മൾ എല്ലാവരും കൂടി ഒരു അന്വേഷണം നടത്തേണ്ടത് ഈ 450 ടൺ മാലിന്യം എവിടേക്കാണ് പോകുന്നത്. ഇതിൽ ഞാൻ എല്ലാ മാധ്യമങ്ങളിലും പറയുന്ന ഏറ്റവും അപകടകരമായ ഒരു സംഗതി, തിരുവനന്തപുരം ഹോട്ടലുകളിലെ കല്യാണ മണ്ഡപങ്ങളിലെയും മാളുകളിലെയും വേസ്റ്റ് തിരുവനന്തപുരം കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു 10-15 ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നു, മാഫിയ സംഘങ്ങളുണ്ട്. അവർ അവിടുത്തെ വേസ്റ്റ് എടുക്കുന്നത് പകുത്തെടുത്തിരിക്കുകയാണ്. അതായത് ഓരോ സ്ഥാപനത്തിൽ നിന്നും 1 കിലോയ്ക്ക് 7 രൂപ മുതൽ 15 രൂപ വരെ, വിവാഹമൊക്കെ ഉണ്ട ദിവസങ്ങളിൽ അവർ 15 രൂപ വരെ വാങ്ങിക്കാറുണ്ട്. ഒരു കല്യാണ മണ്ഡപം അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്നും 1 കിലോ വേസ്റ്റ് അവർ എടുക്കുമ്പോൾ ആ സ്ഥാപനം 15 രൂപ അല്ലെങ്കിൽ ഒരു 7 രൂപ അവർക്ക് കൊടുക്കണം. അങ്ങനെ ഒരു ദിവസം 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയുടെ വേസ്റ്റ് ആണ് ഇവർ എടുക്കുന്നത്. ഇതെന്താണ് ചെയ്യുന്നത്? ഇതവർ കൊണ്ടുപോകുന്നത് തമിഴ്നാട് ബോർഡറിലുള്ള, കേരള തമിഴ്നാട് ബോർഡറിൽ തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്ന പന്നി ഫാമുകളിലേക്കാണ്. ഈ പന്നി ഫാമുകൾ നല്ലൊരു ശതമാനം ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ ഈ കുറ്റിച്ചൽ കാട്ടാക്കട പ്രദേശത്തൊക്കെയുള്ള ചില ലൈസൻസ് ഇല്ലാത്ത പന്നി ഫാമുകളിലും കൊണ്ടുപോകും. അപ്പൊ ഈ പന്നി ഫാമുകളിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അത് കുറെ മാത്രമേ അവിടെ ഒരു 20-30% അവിടെ ചിലവാകുകയുള്ളൂ. അത് തന്നെ തമിഴ്നാട്ടിലെ ചെക്ക് പോസ്റ്റ്, ബോർഡറിലെ ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലിയാണ് കൊണ്ടുപോകണം. കാരണം തമിഴ്നാട് ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട്, കേരളത്തിലെ വേസ്റ്റ് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലെ വേസ്റ്റ് തമിഴ്നാട്ടിൽ കൊണ്ടുചെല്ലരുതെന്നും. അപ്പോൾ ഈ പന്നിക്ക് പനിയൊക്കെ പിടിച്ച് ചാവുന്ന അവസരങ്ങളിൽ പന്നി ഇല്ലാതെ വരുന്ന സമയത്ത് ഈ വേസ്റ്റ് മുഴുവൻ വീണ്ടും ഇവിടെ കെട്ടിക്കിടക്കും. പന്നി ഫാമിൽ കൊടുത്തതിന് ശേഷമുള്ള ബാക്കിയുള്ള വേസ്റ്റ് എന്താണെന്ന് ചെയ്യുന്നത്, ഈ മാഫിയ സംഘങ്ങൾ ചാക്കുകളിൽ കെട്ടും. ചാക്കുകളിലും പ്ലാസ്റ്റിക് ബാഗുകളിലും കെട്ടിയിട്ട് ഇപ്പൊ ഇന്ന് ആമേഴ തോടിലിടുമെന്നുണ്ടെങ്കിൽ നാളെ പാർവതി പുത്തനാറിടും, മറ്റന്നാൾ പട്ടം തോടിലിടും, അതിന്റെ പിറ്റേന്ന് ഉള്ളൂർ തോളിലിടും. അടുത്ത ആഴ്ച ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഇതൊക്കെ താഴോട്ടം ഒലിച്ചു പോകും. ഈ ചാക്ക് കെട്ടാണ് നമ്മൾ നിങ്ങളുടെ വിഷ്വൽസിൽ കാണുന്നത്. ഈ ചാക്ക് കെട്ട് തുറന്ന് പരിശോധിച്ച് നോക്കിയോ, ഹോട്ടൽ വേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം തമ്പാനൂരിലുള്ള ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയായിട്ട് സംസാരിച്ചപ്പോൾ, അല്ല, താങ്കൾ ഈ പറയുന്നത് പോലെ ഇത്തരം നടപടികൾ നടക്കുന്നുണ്ട് എങ്കിൽ അത് തടയാനുള്ള നടപടികളല്ലേ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത്? താങ്കൾ ഉൾപ്പെടെ ഇതൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ ഇതിനു മുമ്പ്? നിങ്ങൾ കണക്കെടുത്ത് നോക്ക്. കഴിഞ്ഞ 2020 ഈ കോർപ്പറേഷൻ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം, ആര്യ രാജേന്ദ്രൻ മേയറായതിനു ശേഷം ഏറ്റവും ചുരുങ്ങിയത് ഒരു 15 മുതൽ 20 തവണ ഞങ്ങൾ ഇടപെട്ട്, ഞങ്ങൾക്കിപ്പോൾ ജനങ്ങൾ 35 കൗൺസിലർമാരെ തന്നതുകൊണ്ട് 3-1 കൊണ്ട് ഞങ്ങൾക്ക് തന്നെ കൗൺസിൽ വിളിക്കാനുള്ള റൈറ്റ് ഉണ്ട്. മീൻസ് ഞങ്ങൾക്ക് തന്നെ അപേക്ഷ കൊടുക്കാം. ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പ്രതിപക്ഷം കൊടുത്ത് 33% 1/3 ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചു വെക്കുകയുള്ളൂ. ഞങ്ങൾ 15 മുതൽ 20 വരെ തവണ സ്പെഷ്യൽ കൗൺസിൽ യോഗം മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം വിളിച്ചിട്ടുണ്ട്. ഈ മേയർ എന്താ ചെയ്യുന്നത്? ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഇത്രയും ഗൗരവമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സ്പെഷ്യൽ കൗൺസിൽ യോഗം വിളിക്കുമ്പോൾ മേയർ ചെയ്തത് 4 മണിക്കാണ് സമയം വയ്ക്കുന്നത്. അതായത് 6 മണി കൊണ്ട് കൗൺസിൽ അവസാനിപ്പിക്കണം. 4 മണിക്ക്, രാവിലെ ഒരു 10 മണിക്ക് വെച്ച് 2-3 മണിക്കൂർ സജീവമായിട്ട് ചർച്ച ചെയ്ത് ഈ വിഷയങ്ങൾ എല്ലാവരുടെയും ഇടപെടലോട് പരിഹരിക്കണ്ടേ? അതിന് പകരം 4 മണിക്ക് കൗൺസിൽ യോഗം വെച്ച് ഒരു 5:30-5:45 അവസാനിപ്പിക്കുക. അതായത് ഈ വിഷയങ്ങൾ പോലും ചർച്ച ചെയ്യാൻ അവർ തയ്യാറാവില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പല മാഫിയകളും ഇവരുടെ ഒത്താശയോടെ പ്രവർത്തിക്കുന്നു. ഇനി ഒരൊറ്റ പോയിന്റ് പറഞ്ഞു അവസാനിപ്പിക്കാം. താങ്കൾ ഒരു കാര്യം, അതായത് താങ്കൾ ഈ മാഫിയകളെ കുറിച്ച് സൂചിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് നേരത്തെ ശ്രീ ജിജി തോംസൺ ഞങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഓപ്പറേഷൻ അനന്ത പോലെയുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോയിരുന്നു. അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്നു എന്ന് താങ്കൾക്കറിയാം. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം ഉദ്യോഗസ്ഥനായിരുന്ന കാലഘട്ടത്തിൽ അതെന്തുമായിക്കൊള്ളട്ടെ, ഈ നഗരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് കൃത്യമായ പദ്ധതികൾ വേണം. അതിന് പല പേര് പല ഭരണകൂടങ്ങൾ നൽകട്ടെ. പക്ഷേ ഈ വൻകിട കയ്യേറ്റങ്ങൾ നഗരത്തിൽ നടക്കുമ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഒരു ഭരണകൂടങ്ങൾക്കും സാധിക്കുന്നില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളും അവിടെയൊന്നും ഈ പ്രതിഷേധമോ വിയോജിപ്പോ ആയി വരാറില്ല. അദ്ദേഹം ചില പേരുകളടക്കം, ഇപ്പോൾ ബിജു രമേശിന്റെ പേരാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ബിജു രമേശ് എന്നത് ഒരു വ്യാപാരിയാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമാണ്. അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധങ്ങൾ, അടൂർ പ്രകാശിനെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധങ്ങളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ അദ്ദേഹം തെറ്റായി അല്ലെങ്കിൽ കയ്യേറ്റം നടത്തിയിട്ടുണ്ട് എങ്കിൽ, ഈ സ്വാഭാവികമായ നീരൊഴുക്കിനെ ബാധിക്കുന്ന തരത്തിൽ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏത് രാഷ്ട്രീയ സ്വാധീനം, ഏത് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമെന്നൊന്നും നോക്കേണ്ടതില്ല, എതിർക്കപ്പെടേണ്ടതാണ്. അങ്ങനെ എതിർക്കപ്പെടുന്നില്ല, അതിനെ ചോദ്യം ചെയ്യാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകുന്നില്ല എന്ന വിമർശനം കൂടിയാണ് ഉന്നയിക്കപ്പെടുന്നത്. ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ. നമ്മുടെ തിരുവനന്തപുരത്തുള്ള മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ വി ശിവൻകുട്ടിയെ, അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ഓപ്പറേഷൻ അനന്തയെ കുറിച്ച് ഇപ്പോ തമ്പാനൂർ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്ത് മറുപടിയാ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ മറുപടി അതൊക്കെ അവസാനിച്ചില്ലേ, അതൊക്കെ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ഈ ഗവൺമെന്റ് അത് അടച്ചു പൂട്ടിയ ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഒരു നാട് മുഴുവനും തന്നെ ഒരു സുപ്രീം കോടതി സ്റ്റേയുടെ മുൻപിൽ, ഒരു അന്യായമായി നേടിയെടുത്തൊരു സ്റ്റേയുടെ മുൻപിൽ ഒരു നാട് മുഴുവനും വിറങ്ങലിച്ച് നിൽക്കുമ്പോഴേക്കും അവിടെ ഒരു ഭരണകൂടം ജനത്തിന് ബാധ്യതയായി മാറുകയില്ലേ? തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കേണ്ട പ്രഥമ ഡ്യൂട്ടി അവർക്കാണ്. അവർ എന്തുകൊണ്ട് ഈ സുപ്രീം കോടതിയിൽ പോയിട്ട് സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല?
10 വർഷം കൊണ്ട് ഈ കോർപ്പറേഷൻ ഭരണസമിതിയെ പിന്തുണയ്ക്കുന്ന ഗവൺമെന്റിലെ ഇവിടെ ഭരിക്കുന്നത്. ഈ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് ഒരു വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പരിശ്രമം പോലും നടത്തിയിട്ടില്ല? അതാണ് ശ്രീ വി വി രാജേഷ്, അതായത് ഇത് ഭരണകൂടം ഒത്തുകളിക്കുകയാണോ എന്നുള്ളതാണ് ഇവർക്ക് വേണ്ടി. ഞാൻ അവിടെയാണ് അതായത് ഇപ്പൊ താങ്കൾ പറഞ്ഞത് ഒരു മാക്രോ ഒരു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. ഞാൻ കൃത്യമായിട്ട് എന്റെ നിലപാട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ചെയ്യേണ്ടത് ഗവൺമെന്റ് ആണ്. ഞങ്ങൾക്ക് സമരം ചെയ്യാൻ മാത്രമല്ല ഇവിടെ സാധിക്കുള്ളൂ തൽക്കാലം. പിന്നെ കേന്ദ്രത്തിനെ കൊണ്ട് ഫണ്ട് അനുവദിക്കുക. ഇനി ഇതിന്റെ തുടക്കത്തിൽ ഒരു ചെറിയൊരു കാര്യം നേരത്തെ ചോദ്യമായിട്ട് കണക്ട് ചെയ്തു. താങ്കൾ എന്നോട് ചോദിച്ചല്ലോ ഈ മാഫിയകൾ ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് ഇടപെടേണ്ടതെന്നൊക്കെ. അതിൽ കോർപ്പറേഷൻ തന്നെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിലും ഒരുപാട് സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരുണ്ട്. കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ് ന്യൂസ് 18 ഞങ്ങളോടൊപ്പം ഒന്ന് സഹകരിച്ചാൽ ഞങ്ങൾ അതിന്റെ എവിഡൻസ് ഉൾപ്പെടെ കോർപ്പറേഷനിൽ തരാൻ തയ്യാറാണ്. 5-6 മാസങ്ങൾക്ക് മുമ്പ് ഒരു ഓട്ടോറിക്ഷയിൽ ഇതുപോലെ തന്നെ ഫുഡ് വേസ്റ്റ് കൊണ്ടുവന്ന് ചാക്ക ഭാഗത്ത് രാത്രിയിൽ റോഡിൽ തള്ളിയിട്ട് പോയൊരു സംഘത്തിനെ കോർപ്പറേഷനിലെ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പിടിച്ചു. കോർപ്പറേഷനിലെ സ്ക്വാഡ് പിടിച്ചു. ഈ ഓട്ടോയും സീസ് ചെയ്ത് അവർ കോർപ്പറേഷനിൽ കൊണ്ടിട്ടു. പിറ്റേ ദിവസം രാവിലെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറുടെ ഒത്താശയോടെ ഇവിടുത്തെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വന്നിട്ട് ഈ ഓട്ടോറിക്ഷയ്ക്ക് ഒരു ഫൈൻ പോലും അടിക്കാതെ, അത് ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഓട്ടോറിക്ഷയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഫൈൻ പോലും അടിക്കാതെ ആ ഓട്ടോറിക്ഷയെ നിരുപാധികം വിട്ടുകൊടുത്തു. എന്നിട്ട് ഈ ഉദ്യോഗസ്ഥരോട് കയർത്ത് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് ഉത്തരവാദിത്തോടെ ഞാൻ പറയുന്നു ന്യൂസ് 18 അന്വേഷിച്ചു നോക്കണം. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇങ്ങനെ ഒരു പീഡനം അനുഭവിച്ചാൽ പിടിക്കാൻ തയ്യാറാവുമോ? അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ മാഫിയകൾ മാസാമാസം CPM-നും ഭരിക്കുന്ന നേതാക്കന്മാർക്കും അതിന്റെ വിഹിതം കൊടുക്കുന്നത് കൊണ്ടാണ് ഈ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി അവർക്ക് സാധിക്കാത്തത്. മറ്റൊന്ന് പൊളിറ്റിക്കൽ വിൽ പവറിന്റെ ഒരു കുറവ്. ശരി, വളരെയധികം നന്ദി ശ്രീ വി വി രാജേഷ് ഞങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് ഈ മാലിന്യ മാഫിയകൾ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നും ആ മാഫിയകൾ കൃത്യമായി CPIM-ന് ഫണ്ട് നൽകുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെയാണ് മാലിന്യ സംസ്കരണത്തിന് നടപടികൾ ഉണ്ടാകാത്തത് എന്നുമാണ് വി വി രാജേഷ് ഇപ്പോൾ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. ആമയിഴഞ്ചാൻ തോട്ടിൽ ആണ് കഴിഞ്ഞ ദിവസം ഒരു യുവാവ് ജോയി എന്ന വ്യക്തി കുരുങ്ങിപ്പോയത്. അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായതിനു ശേഷവും ഇപ്പോഴും അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായി ഇടപെടൽ അല്ല ഉണ്ടാകുന്നത്, മറിച്ച് പഴിചാരലുകൾ ആണ്. ഒരു ഭാഗത്ത് റെയിൽവേ ആണ് ഉത്തരവാദികൾ എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് തദ്ദേശ ഭരണ സംവിധാനമാണ് ഉത്തരവാദികൾ എന്ന് പറയുന്നു. അതേസമയം ജിജി തോംസണെ പോലെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന വ്യക്തി പറയുന്നത് ഈ ഓപ്പറേഷൻ അനന്ത പോലെ അല്ലെങ്കിൽ ക്ലീനിങ്ങിന് വേണ്ടി എടുക്കുന്ന നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ കയ്യേറ്റക്കാർ രംഗത്ത് വരികയും അവരെ തൊടുന്നതോടുകൂടി ഇത്തരം പ്രൊജക്ടുകളെല്ലാം അവസാനിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. ഈ വാർത്തയിലേക്ക് വിശദാംശങ്ങളിലേക്ക് വീണ്ടും മടങ്ങിയെത്താം.